കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചന അവതരണം നന്ദു കൃഷ്ണ. ഇന്നലെയായിരുന്നു ആമ്പലുവിന്റെ ഏതന്റെയും കല്യാണം. ഇന്നലെയാണ് അവൾ ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചെത്തിയത്. ട്രെയിനിങ്ങിന് പോകും മുന്നേ കല്യാണം വേണമെന്ന് അശോകന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഏതന്റെ നിർബന്ധമായിരുന്നു അവൾ പോയിട്ട് വന്നിട്ട് മതി എന്നുള്ളത്. അങ്ങനെ ഒരുപാട് പേരുടെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. കാര്യം ഒരുപാട് ആൾക്കാരൊക്കെ കൂടി വലിയ ആഘോഷമായി കല്യാണം നടത്താമായിരുന്നെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ പോയി രണ്ടൊപ്പിട്ട് പരസ്പരം മാലയണിഞ്ഞ് ഈ ചടങ്ങിനെ പൂർത്തിയാക്കാനായിരുന്നു അവർക്ക് രണ്ടുപേർക്കും ആഗ്രഹം. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് നിമിഷങ്ങൾക്കകം പുതിയ സബ് കളക്ടറുടെ കല്യാണവിശേഷം മീഡിയകളിൽ പരന്നു. 101 501 സ്വർണമോ പണമോ കൊട്ടിഘോഷിച്ച് കാണിക്കാൻ വേണ്ടിയുള്ള പ്രഹസനമോ ഒന്നുമില്ലാതെ ശരിക്കുമുള്ള ഒരു കല്യാണത്തിന്റെ അടിസ്ഥാനം എന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിക്കാനാണ് അവർ ശ്രമിച്ചത്. കല്യാണം എന്നത് രണ്ട് വ്യക്തികളുടെയും രണ്ട് കുടുംബത്തിനെയും ഒരുമ മാത്രമാണ്. ആമ്പലിന്റെ ഭാഗത്തു നിന്നും സാക്ഷികളായി കൂട്ടുകാർ 3 പേരുമായിരുന്നെങ്കിൽ ഏതനൊപ്പം വസുവും വിഷ്ണുവുമായിരുന്നു. എടോ മനുഷ്യ, വർഷം ദേ പിന്നെയും 2 കഴിഞ്ഞു. ഇയാൾക്കെന്നെ കെട്ടാൻ വല്ല ഉദ്ദേശവുമുണ്ടോ സാത്താനെ? ഒപ്പിട്ട് മാറി നിന്ന വിഷ്ണുവിന്റെ കൈത്തുടയിൽ അമർത്തിപ്പിച്ചുകൊണ്ട് രമ്യ മെല്ലെ ചോദിച്ചതും അവൻ അവളെ സൂക്ഷിച്ചു നോക്കി. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് താലി കെട്ടുക എന്നൊരു പ്രഹസനം ഒഴിവാക്കിയാൽ നീയും ഞാനും കെട്ടിയോനും കെട്ടിയോളുമായിട്ടല്ലയോടി പുല്ല ഇങ്ങനെ ജീവിക്കുന്നത്? എടോ, അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ അവൾ പ്രതീക്ഷിച്ചില്ല. എന്തെടോ, ആവശ്യമുള്ളപ്പോഴൊക്കെ എന്നെ നീ നിൽക്കുന്നിടത്ത് വിളിച്ചു വരുത്തി ബാക്കിയെല്ലാം കൃത്യമായി മുറ പോലെ വാങ്ങിയെടുക്കുന്നില്ലടി നീ? അവളെ എല്ലാവർക്കും പിന്നിലേക്ക് വലിച്ചു നിർത്തി അവൻ ചോദിച്ചതും പെണ്ണ് പെട്ടെന്ന് കണ്ണും കൊണ്ട് ചുറ്റും പരതി. എത്രയൊക്കെ അടക്കി പിടിച്ച ആ ചോദ്യമായിരുന്നെങ്കിലും അവൾ ശരിക്കും പതറിപ്പോയി. പിന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിയതും അവൾ അവന്റെ കൈയുടെ വിരലിൽ അമർത്തി ഞെക്കി. ഇയാടെ പറച്ചിൽ കേട്ടാൽ തോന്നും എല്ലാം ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ടാണെന്ന്. മറ്റുള്ളവരെയെല്ലാം നോക്കി ചിരിച്ചു കാണിക്കുമ്പോഴും പല്ല് ഞെക്കി പൊട്ടിച്ച് അവൾ അവനെ ദഹിപ്പിക്കുന്ന പോലെ നോക്കി. എടി എടി നല്ല മോളെ, ഞാൻ നിന്നെ തേക്കാൻ നോക്കുവാണെന്ന് പറഞ്ഞ് നിന്ന നിലപ്പിലല്ലടി നീ എന്നെ അങ്ങ് അവിടെ ഡൽഹിയിൽ വിളിച്ചു വരുത്തിയത്. ആമ്പൽ ഡൽഹിയിലായതുകൊണ്ട് രമ്യ അവിടേക്ക് ചാടിയിരുന്നു. അവന്റെ കണ്ണുകൾ ചുരുങ്ങി. അതെ, പക്ഷെങ്കി വന്നാ കണ്ടിട്ട് പോകണമായിരുന്നു. അല്ലാതെ കരഞ്ഞു കൂവി നിന്ന് ഈ പാവം പിടിച്ച് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഹോട്ടൽ മുറിയിലൊന്നും വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നില്ല വേണ്ടത്. പുച്ഛത്തിൽ പറയുന്നവളെ നോക്കി അന്തം വിട്ട് നിന്നുപോയി വിഷ്ണു. ഒരു വട്ടം വഴക്ക് കൂടിക്കൂടി ഒരാഴ്ചയോളം പരസ്പരം മിണ്ടാ നടന്നു. അവസാനം ഇതിങ്ങനെ വലിച്ചു മുന്നോട്ട് കൊണ്ടുപോയാൽ പറ്റില്ലെന്ന് തോന്നിയപ്പോഴാണ് അവളെ കാണാനായി നിന്ന നിൽപ്പിൽ ഡൽഹിക്ക് ട്രെയിൻ കയറിയത്. ചെന്ന അന്ന് തന്നെ കാണേണ്ട താമസം പെണ്ണ് അലച്ചു തള്ളി നെഞ്ചിൽ തന്നെ വെന്ന് വീണു. അവിടെ കിടന്ന് കരഞ്ഞു നിലവിളിച്ചും ആകെ പ്രശ്നമാകുമെന്ന് തോന്നിയപ്പോഴാണ് റൂം എടുത്ത് ആ ഹോട്ടലിലേക്ക് വിളിച്ചുകൊണ്ടുവന്നത്. ശരിക്കും പറഞ്ഞാൽ അവളെ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോയത്. പക്ഷെ എപ്പോഴോ കൈവിട്ടുപോയി. പിറ്റേന്ന് ആകെ കുറ്റബോധത്തിൽ എഴുന്നേറ്റ് താൻ കാണുന്നത് 100 വാട്ട് ബൾബിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവളെയാണ്. അന്നവള് ഭയങ്കര കാര്യത്തിൽ പറയുന്നുണ്ടായിരുന്നു ഇനി ഒന്നിന്റെ പേരിലും താൻ അവളെ ഇട്ടിട്ട് പോകില്ല എന്ന്. ഇപ്പൊ പലപ്പോഴും ആലോചിക്കുമ്പോൾ തോന്നാറുണ്ട് അന്നതൊക്കെ ഇവൾ മനഃപൂർവ്വം ചെയ്യിച്ചതാണോ എന്ന്. എന്തായാലും അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നെ എത്ര തവണ ഇനിയും ഇങ്ങനെ ഒളിച്ചും പാത്തും വയ്യ എന്ന് തോന്നിയപ്പോഴാണ് വീട്ടിൽ പറഞ്ഞത്. അല്ലെങ്കിലും നിൽക്കുന്ന നിൽപ്പിൽ തന്നെ കാണാതാവുന്നത് ഈയിടെയായിട്ട് തുടർച്ചയാണ്. അതാക്കും അവർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായത്. അതുകൊണ്ട് കൂടുതലൊന്നും ആരെയും ബോധിപ്പിക്കേണ്ടി വന്നില്ല. അടുത്ത ആഴ്ചയാണ് കല്യാണം. പക്ഷെ ആമ്പലിന്റെ കല്യാണ ഡേറ്റ് അറിഞ്ഞതോടെ അവൾക്ക് ഇന്ന് അവളുടെ കൂടെ കെട്ടണം എന്ന് പറഞ്ഞ് ഒരേ വാശിയായിരുന്നു. പക്ഷെ സ്വന്തം കല്യാണത്തിന്റെ തിരക്കിനിടയിൽ അനിയത്തിയുടെ കല്യാണം മുക്കിക്കളയാൻ വയ്യാത്തതുകൊണ്ട് മാത്രം അത് കേട്ടപ്പോഴേ താൻ മുളയിലെ നുള്ളി. അതിന്റെ ചുരുക്കാണ് പെണ്ണിന്. തന്നെ മുഖവും കാണിച്ച് ആമ്പലിന്റെ അടുത്തേക്ക് പോയി അവളുടെ കയ്യിൽ നിന്നും മാലയൊക്കെ വാങ്ങി പല പോസിൽ സെൽഫി എടുക്കുന്നവളെ ഒരു പുഞ്ചിരിയോടെ വിഷ്ണു നോക്കി നിന്നു. കുറച്ച് കുശുമ്പും വാശിയും ദേഷ്യവും ഉണ്ടെന്നൊഴിച്ചാൽ ഷീസ് എ ജം. അതുപോലെ തന്നെയാണ് ആസിയും നൗഫിയും. രണ്ടുപേരും ഇപ്പോൾ ഗൾഫിലാണ്. കൂട്ടുകാരുടെ കല്യാണമാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എമർജൻസി ലീവിന് നാട്ടിൽ വന്നിരിക്കുകയാണ്. അവർക്കും പെണ്ണൊക്കെ നോക്കുന്നുണ്ട്. മിക്കവാറും ആസിയുടെ കല്യാണം അടുത്തു തന്നെ കാണും. സന്തോഷത്തോടെ ചിരിക്കുന്ന ആമ്പലിനെയും ഏതനെയും രമ്യയും ആസിയും നൗഫിയും ഒക്കെ നോക്കി നിൽക്കുന്ന വിഷ്ണുവിന്റെ തോളിലൂടെ വസു ഒന്ന് കൈയിട്ടു. എന്താടാ വായി നോക്കി നിൽക്കുന്നത്? ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്യാൻ വയ്യ നിനക്ക്? വസുവിന്റെ കളികൾ കേട്ട് വിഷ്ണു തിരിഞ്ഞു നിന്നു. അയ്യോ, ആരായി പറയുന്നേ? അങ്ങ് നേപ്പാളിൽ മെന്റലിസം പഠിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒരു നേപ്പാളി അമ്മായിയും തട്ടിക്കൊണ്ടുവന്ന മുതലല്ലേ ഇയാള്. സോ അടങ്ങ് കേട്ടോ. നല്ല പുച്ഛത്തിൽ മറുപടി കിട്ടിയതും വസുവിന്റെ ചിരി അങ്ങ് മങ്ങി. എടാ, അവള് നേപ്പാളി ഒന്നുമല്ല, മലയാളിയാ.
ഹയ അബ്ദുൽ ഖാദർ. പ്രണയത്തോടെ വാസു അവന്റെ പെണ്ണിന്റെ പേര് പറഞ്ഞു. അതൊക്കെ ആയിരിക്കും, അതാകും സത്യവും. പക്ഷെ അവൾ നമുക്ക് നേപ്പാളി അമ്മായി തന്നെ അല്ലേടാ ഏതു? അവരുടെ കൂട്ടത്തിൽ നിന്ന് ചിരിക്കുന്നവനെ അവൻ ഇവിടുന്ന് വിളിച്ചു ചോദിച്ചു. പിന്നല്ലേ, വിഷ്ണു വസുവിനെ കളിയാക്കാൻ തുടങ്ങിയതും ബാക്കിയുള്ളവരെ ഒത്തുപിടിച്ചു. വിളക്ക് കൊളുത്തി ആമ്പലിനെ അകത്ത് കയറ്റുമ്പോൾ ടീച്ചറമ്മയ്ക്കും മാഷനും സന്തോഷം സഹിക്കുന്നുണ്ടായിരുന്നില്ല. എന്നും കേറി ഇറങ്ങി നടന്നതാണെങ്കിലും ഇന്ന് തന്റെ മകന്റെ ഭാര്യയായി അവൾ വരുമ്പോൾ എന്തൊക്കെയോ അവൾക്ക് മാറ്റം വന്നപോലെ തോന്നി ഇരുവർക്കും. അങ്ങനെ ടീച്ചറമ്മ അവളെ അകത്ത് പിടിച്ചു കയറ്റിയപ്പോൾ ഏതൻ അശോകന്റെയും കയ്യും പിടിച്ചാണ് വീട്ടിലേക്ക് കയറിയത്. കല്യാണം പറയാൻ വേണ്ടി മഞ്ജുവിനെയും അഞ്ജുവിനെയും വിളിച്ചിരുന്നു. പക്ഷെ ഇങ്ങനെയൊരു മകളില്ലെന്ന് പറഞ്ഞ് മഞ്ജു ആ ഫോൺ അപ്പൊ തന്നെ കട്ട് ചെയ്തു. അല്ലെങ്കിലും കാശില്ലാത്ത അച്ഛനെയും മോളെയും മഞ്ജുവിനും അഞ്ജുവിനും പണ്ടേ വേണ്ടായിരുന്നല്ലോ. നാളുകൾ നീണ്ടു നിന്ന ആഗ്രഹം ഒരു നിമിഷം പോലും കാത്തു നിൽക്കാൻ വയ്യാതെ വിയർപ്പുതുള്ളികളെ തോൽപ്പിച്ചുകൊണ്ട് ഏതൻ അവന്റെ ആമ്പലിനെ മറ്റൊന്നിന്റെയും മറവില്ലാതെ കൺകുളിർക്ക് കണ്ടു. ഒരുപക്ഷെ ഇന്ന് വരെ അവൻ കണ്ടതിലെ ഏറ്റവും മനോഹരമായ സൗന്ദര്യ സങ്കല്പം. താമരയെ ചുംബിച്ച സൂര്യനെ പോലെ അവന്റെ ആദ്യ സ്പർശനത്തിൽ തന്നെ കൂമ്പി അടഞ്ഞു പോയവൾ. പൗർണമിയുടെ ശാന്തതയോടെ അവൻ അവന്റെ ആമ്പലിനെ മെല്ലെ തഴുകിയുണർത്തി. പോകെ പോകെ അവൻ ഒരു സൂര്യനായി മാറി. ആ അഗ്നിയിൽ പിടഞ്ഞുകൊണ്ട് അവൾ അവന്റെ പ്രാണനായി. നിമിഷങ്ങൾ മാറി മറിയും തോറും അവന്റെ കൈകളിലെ മൃദുലത നഷ്ടമാകാൻ തുടങ്ങി. എന്തൊക്കെയോ കാണാക്കാഴ്ചകളെ തേടി മനം വെമ്പി. ഏറെ നേരത്തെ പ്രണയചേഷ്ടകളുടെ പാരമ്യത്തിൽ അവളെ നോവിച്ചുകൊണ്ട് തന്നെ ഏതൻ പെണ്ണിനെ തന്റേതു മാത്രമാക്കി. കണ്ണിന്റെ ഇരുപോളകളിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുള്ളിയെ അവൻ 1000 തവണയാണ് ചുംബിച്ചു മാറിയത്. അറിയാം, ഒരുപാട് വേദനിപ്പിച്ചെന്ന്. പക്ഷെ ഒരു മാപ്പ് പറഞ്ഞ് നിന്റെ വേദന ഞാൻ ചെറുതാക്കുന്നില്ല പൊന്നി. ഈ ജീവിതകാലം മുഴുവനും ഞാൻ നിന്നെ എന്റെ നെഞ്ചൻ ചൂടിൽ ഒരു കിളിക്കുഞ്ഞിനെ പോലെ കൊണ്ടു നടന്നോളാം. ഇതിലും അധികം പ്രണയം തന്നുകൊണ്ട്. ഒരു വാഗ്ദാനം പോലെ അവളെ പിന്നെയും ചുംബിച്ചുണർത്തിക്കൊണ്ട് അവനത് പറയുമ്പോൾ ലജ്ജയാൽ മൂടിയവൾ അവനെ മിഴികളുയർത്തി നോക്കാൻ നിന്നില്ല. അത് കണ്ടതും അവൻ മനോഹരമായി പുഞ്ചിരിച്ചു. കാര്യം ബാക്കിയുള്ളവർക്കൊക്കെ പെണ്ണ് ഡോക്ടറും IAS തന്നെയാണ്. പക്ഷെ താനൊന്ന് പ്രണയത്തോടെ നോക്കിയാൽ, ഒന്ന് തൊട്ടാൽ പൂത്തുലഞ്ഞു പോകുന്ന പെണ്ണാണ് തന്റെ പഴയ അമലുവാണപ്പോൾ ഇന്നും. നിർവൃതി പോലെ അവന്റെ കണ്ണൊന്നു തുളുമ്പി. അമലു പതിയെ മിഴികൾ ഉയർത്തി അവനെ നോക്കി. ഉം അതല്ല, എന്താ ഉണ്ട് കാര്യം, പറയടി കുറുമ്പി. അവൻ അവളുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചു വലിച്ചു. എന്നിട്ടും കുറച്ചും കൂടി അവളെ മുകളിലേക്ക് കയറ്റി കിടത്തി. ഹരേ, ഹരി ശരിക്കും ദുഷ്ടനാ. മെല്ലെയെങ്കിലും പെണ്ണ് പരിഭവിച്ചു. ആഹാ, അതെനിക്കൊരു പുതിയ അറിവാണല്ലോ. എങ്കിൽ പിന്നെ ഒന്നുകൂടെ നോക്കട്ടെ ഞാൻ. എന്ത്? അല്ല, ഞാനേ എത്ര ദുഷ്ടനാണെന്ന്. താളത്തിൽ പറയുന്നതിനൊപ്പം തന്നെ അവൻ അവളെ തിരിച്ചിട്ട് മുകളിലേക്ക് കയറി കിടന്നു. ഒരിക്കൽ കൂടി അവളിലേക്ക് ആളിപ്പടരാനുള്ള തൃഷ്ണയെ കണ്ണിൽ നിറച്ചുകൊണ്ട് തന്നെ. 5 വർഷങ്ങൾക്കിപ്പുറം. തിഥി, ഏകാ. ഓടി പാഞ്ഞു പോകുന്ന കുഞ്ഞിപ്പിള്ളർക്ക് പിന്നാലെ അശോകൻ പാഞ്ഞു ചെന്നു. എന്തായി അശോക, കിട്ടിയോ? എവിടെ കിട്ടിയില്ല മാഷെ, രണ്ടൂടെ എവിടെയോ പോയി ഒളിച്ചിരിക്കുകയാണ്. ഓടിയതിന്റെ ക്ഷീണം തീർക്കാൻ ഇടുപ്പിൽ കയ്യും വെച്ച് അശോകൻ നിന്നു. ഇതിപ്പോ എന്നും അംഗനവാടി പോകുമ്പോൾ പതിവാണല്ലോ. ടീച്ചർ അമ്മയും പിന്നാലെ എത്തി. ഏകനാഥനും തിഥി ഗായത്രിയും. ഏതലിന്റെയും ആമ്പലിന്റെയും ഇരട്ടകൾ. കുരുത്തക്കേട് കണ്ടുപിടിച്ചതുപോലും ഇവരാണെന്ന് തോന്നിപ്പിക്കുന്ന അത്രയും കുറുമ്പ്. കല്യാണം കഴിഞ്ഞ് 6 മാസമായപ്പോഴേക്കും ആമ്പൽ പ്രഗ്നന്റ് ആയി. പിന്നെയുള്ള 9 മാസം അതൊരു ആഘോഷം പോലെയാക്കി എല്ലാവരും. ഇതിനിടയിൽ ആദ്യം രമ്യയുടെയും വിഷ്ണുവിന്റെയും കല്യാണം കഴിഞ്ഞു. കൃത്യം 1 മാസത്തിന് ശേഷം ആസിയുടെ. അതിന്റെ വാശിയിൽ 5 മാസം കഴിഞ്ഞപ്പോൾ നൗഫിയും കിട്ടി. ഡ്യൂട്ടിയിൽ നിന്നും നേരെ ഡെലിവറിക്ക് പോയ IAS കാരി, അതായിരുന്നു മീഡിയക്കാർക്ക് അവൾ. ആ സമയത്തൊക്കെ അവളുടെ ജോലി സ്ഥലത്ത് പോയി നിന്നാണ് എല്ലാവരും അവളെ നോക്കിയത്. ഡെലിവറി കഴിഞ്ഞതും ഏതൻ ലീവ് എടുത്തു. നീണ്ട 2 വർഷം. ആമ്പലിന്റെ ആബ്സൻസിൽ കുഞ്ഞുങ്ങളെ നോക്കിയത് അവനായിരുന്നു. ഒപ്പം നിൽക്കാൻ വേണ്ടി മാത്രം ഒരു കുടുംബം അത്രയും. അപ്പോ അടുത്ത ഭാഗം ലാസ്റ്റ് പാർട്ടാണ്. എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഒരുപാട് സ്നേഹത്തോടെ അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാവേ. അപ്പോൾ കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. നന്ദി.